Hello everyone, welcome to G-Pod Plus One Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ Plus One Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇനി അടുത്ത രണ്ട് ചാപ്റ്റർ 6 and 7ലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, രണ്ട് ചാപ്റ്ററിൽ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിൽ ചോദ്യം ഉണ്ടാവും, ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കണം. ഇത് ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. 6ാമത്തെയും 7ാമത്തെയും ചാപ്റ്റർ നമ്മൾ പറയാൻ പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്തെങ്കിലും ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് മാത്രം പഠിച്ചാൽ പോരട്ടോ. ഇതെന്താണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഹോംവർക്ക് തരാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള 1 വേർഡിൽ ഈ ഒരു ചാപ്റ്റർ ചോദിക്കാറുണ്ട്. ഇനി ശ്രദ്ധിക്കണേ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, 3 മാർക്ക് 4 മാർക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 11th സെഞ്ചുറി യൂറോപ്പിലെ 11ാം നൂറ്റാണ്ടിൽ അഗ്രികൾച്ചർ ടെക്നോളജി, കാർഷിക സാങ്കേതിക വിദ്യയിൽ ഉണ്ടായുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം മക്കളെ, നമ്മൾ യൂട്യൂബ് ക്ലാസ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, യൂട്യൂബ് നമ്മൾ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ എല്ലാ തവണയും ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് +2 ഹിസ്റ്ററിയിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടണം, +2 ഹിസ്റ്ററി ഉഷാറാക്കണം, +2 ഹിസ്റ്ററിയിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എജ്യൂപോഡിൻ്റെ അടുത്ത കൊല്ലത്തെ +2ൻ്റെ ഹ്യൂമാനിറ്റീസിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് +2 സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സെറ്റ് ആക്കട്ടോ. അപ്പോൾ ലിസൺ ഹിയർ ഗൈസ്, ഇതിൻ്റെ ആൻസർ അതായത് 11th സെഞ്ചുറി 11ാം നൂറ്റാണ്ടിൽ അഗ്രികൾച്ചർ ടെക്നോളജി, കാർഷിക സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങളാണ്. ഒന്നാമത്തെ മാറ്റം എന്താണ്, ഈ സമയത്ത് ഇരുമ്പിൻ്റെ ടൂൾസ് അഥവാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അത്രയും കാലം വുഡ് അഥവാ മരത്തിൻ്റെ ടൂളാണെങ്കിൽ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അയൺ പ്ലോ, ഇരുമ്പിൻ്റെ കലപ്പയും ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് കുറേ ആഴത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കിളിച്ചെടുക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, മെത്തേഡ്സ് ഓഫ് കണക്റ്റിംഗ് ആനിമൽസ് ടു ദ പ്ലോ ഓൾസോ ചേഞ്ച്. മൃഗങ്ങളെ കലപ്പയോട് ബന്ധിപ്പിക്കുന്ന രീതിക്ക് മാറ്റം വന്നില്ല. അതായത് അന്നത്തെ കാലത്ത് കാളയും പശുവിനെയും കുതിരയൊക്കെ ഉപയോഗിച്ചാണ് നിലമുതിരുന്നത്. ആ ബന്ധിപ്പിക്കുന്ന രീതിക്ക് എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ വന്നു. അതുമാത്രമല്ല, വിൻഡ് മിൽ ആൻഡ് വാട്ടർ മില്ലിൽ, അതായത് ധാന്യങ്ങൾ പൊടിക്കാനും അതേപോലെ തന്നെ കൃഷിയിടത്തിലേക്ക് വാട്ടർ അഥവാ വെള്ളം എത്തിക്കാനുള്ള വിൻഡ് മില്ലും വാട്ടർ മില്ലും ഒക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അതുമാത്രമല്ല, അത്രയും കാലം കൃഷിഭൂമിയെ 2ആയി മുറിച്ചുകൊണ്ട്, അല്ലേ, കൾട്ടിവബിൾ ലാൻഡ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ലാൻഡ്, കൃഷിഭൂമിയെ 2ആയി മുറിച്ചുകൊണ്ടാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് അഥവാ 3ആയി മുറിച്ചുകൊണ്ടുള്ള കൾട്ടിവേഷൻ മെത്തേഡും എവിടെ സ്റ്റാർട്ട് ചെയ്തു, യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എന്ത്, യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ എക്സാമിന് 2-3 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കത്തീഡ്രൽ ടൗൺസ്, അല്ലേ, കത്തീഡ്രൽ പട്ടണങ്ങളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ 3 മാർക്കിന് എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കത്തീഡ്രൽസ് പറഞ്ഞാൽ, ഭദ്രാസന പള്ളി എന്ന് മലയാളത്തിൽ വരും. ലാർജ് ചേർച്ചസ്, അല്ലേ, വലിയ പള്ളികളെ വിളിക്കുന്ന പേരാണ് എന്ത്, കത്തീഡ്രൽ അഥവാ ഭദ്രാസന പള്ളികൾ. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കും, 1000 അല്ലെങ്കിൽ 10-12 വർഷങ്ങൾ എടുക്കും. ഒരുപാട് ചെലവുണ്ട് ഇതിന്. അതായത് നാട്ടുകാരുടെ സപ്പോർട്ട്, രാജാക്കന്മാരുടെ സപ്പോർട്ട്, നോബിൾസ് അഥവാ പ്രഭുക്കന്മാരുടെ സപ്പോർട്ട്, ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ എന്ത് ചെയ്തത്, ഇത് സെറ്റാക്കിയിരുന്നിട്ട് എന്ത്, നമ്മുടെ ഈ കത്തീഡ്രൽസ്. അപ്പോൾ ഈ പള്ളികൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ പള്ളികൾ എന്തായി മാറി, പിലിഗ്രിം സെൻറ്റേഴ്സ് അഥവാ തീർത്ഥാടന കേന്ദ്രങ്ങളായി. ശ്രദ്ധിക്കണേ, പള്ളികൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പള്ളികൾ എന്തായി മാറി, പിലിഗ്രിം സെൻറ്റേഴ്സ് അഥവാ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറി. ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയതോടുകൂടി ഇവിടേക്ക് എന്ത് ചെയ്യാണ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നു. ഈ ആളുകൾക്ക് വേണ്ട കോമഡിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഈ പള്ളികൾക്ക് ചുറ്റും എന്താണ്, ചെറിയ ഷോപ്പുകൾ ഉണ്ടാകുകയും അങ്ങനെ എന്തായിട്ട് മാറി, ടൗൺ അഥവാ നഗരങ്ങളായിട്ട് മാറി. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇതേപോലെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത്, കോൺസെപ്റ്റ് ഓഫ് 4th ഓർഡർ, 4ാം ക്രമം എന്ന ആശയം വിശദീകരിക്കാൻ എക്സാമിന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് 4th ഓർഡർ അഥവാ 4ാം ക്രമം എന്ന് പറഞ്ഞാൽ, അത് യൂറോപ്പിൽ അഗ്രികൾച്ചർ, കൃഷി നന്നായിട്ട് കൂടി. യൂറോപ്പിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ അഥവാ കൃഷി നന്നായിട്ട് കൂടി. കൃഷി കൂടിയപ്പോൾ അവിടെ എന്ത് കൂടി, പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ കൂടി, ട്രേഡ് അഥവാ വ്യാപാരം കൂടി, സിറ്റീസ് അഥവാ നഗരങ്ങൾ വളർന്നു. ശ്രദ്ധിക്കണേ, യൂറോപ്പിൽ എന്ത് ചെയ്യാണ്, പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ കൂടിയപ്പം അല്ലെങ്കിൽ ട്രേഡ് അഥവാ നഗരങ്ങൾ അല്ലെങ്കിൽ കച്ചവടം കൂടിയപ്പം എന്ത് വളർന്നു, സിറ്റീസ് അഥവാ നഗരങ്ങൾ വളർന്നു. അപ്പോൾ എന്താണ്, സിറ്റീസിലൊക്കെ പുതിയ ഫാക്ടറീസ് അഥവാ വ്യവസായശാലകൾ ഉണ്ടായി. ഈ വ്യവസായശാലകളിലേക്കൊക്കെ എന്ത് വരികടാ, ഈ വ്യവസായശാലകളിലേക്കൊക്കെ ജോലി അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നു. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ഈ വ്യവസായശാലകളിലേക്ക് എന്ത് ചെയ്യാണ്, ജോലി അന്വേഷിച്ചുകൊണ്ട് വരാൻ. ഇങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, സിറ്റീസ് നഗരങ്ങളിലേക്ക് വന്നു. അങ്ങനെ നഗരത്തിൽ അല്ലെങ്കിൽ സിറ്റീസിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു പോപ്പുലേഷൻ അഥവാ ജനസംഖ്യയെ വിളിക്കുന്ന പേരാണ് എന്ത്, 4th ഓർഡർ അഥവാ
അഥവാ 4ാം ക്രമം. ഇനി ശ്രദ്ധിക്കണേ, നൈറ്റ്സിന്റെ റോൾ അല്ലെങ്കിൽ നൈറ്റുമാരുടെ പങ്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ടല്ലോ. അതായത് സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ 2ാം ക്രമത്തിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ആര്, നൈറ്റ് എന്ന് പറയുന്നത്. ഇവരെന്തായിരുന്നു, വാരിയേഴ്സ് അഥവാ പോരാളികളായിരുന്നു. ഈ നോബിൾസ് അഥവാ പ്രഭുക്കന്മാർ എന്ത് ചെയ്യും, പലപ്പോഴും രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പോകും. അപ്പോൾ ഈ നോബിൾസ് അഥവാ പ്രഭുക്കന്മാരുടെ കൂടെ യുദ്ധത്തിന് പോകും ആരാണ്, അവരുടെ അണ്ടറിലുള്ള ഫാമേഴ്സ് അഥവാ കർഷകരാണ്. അപ്പോൾ ഈ കർഷകരെയും കൊണ്ട് യുദ്ധത്തിന് പോകും പലപ്പോഴും യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു, തോറ്റു പോകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാനായിട്ട്, അത് പരിഹരിക്കാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള വാരിയേഴ്സ്, പരിശീലനം കിട്ടിയ കുതിരപ്പടയാളികളെ കൊണ്ട് പോകാൻ തുടങ്ങി. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്, നൈറ്റ്സ്. ഇവർ വെറുതെ യുദ്ധത്തിന് പോകേണ്ട, ഇവർക്ക് എന്ത് ചെയ്യും, കിങ് അല്ലെങ്കിൽ നോബിൾ എന്ത് ചെയ്യും, ഒരു ലാൻഡ് കൊടുക്കും. ആ ലാൻഡിൽ വിളിക്കുന്ന പേരാണ് എന്ത്, ഫീഫ്. ആ ഫീഫിൽ നിന്നുള്ള ഫുൾ വരുമാനം എന്ത് ചെയ്യാം, ഇവർക്ക് ഏറ്റെടുക്കാം. പിന്നെ ശ്രദ്ധിക്കണേ, 14th century ക്രൈസിസ് അഥവാ 14ാം നൂറ്റാണ്ട് പ്രതിസന്ധി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാട്ടോ. എന്താണ് 14th century ക്രൈസിസിനുള്ള റീസൺ? ഒന്ന്, ചേഞ്ചിങ് ക്ലൈമറ്റ്. അതായത് 14th century ആയപ്പോഴേക്കും യൂറോപ്പിലെ കാലാവസ്ഥയിൽ മാറ്റം വന്നു. ട്രേഡ് കൊളാപ്സ്, വ്യാപാരം തകർന്നു. പ്ലേഗ് എന്നുള്ളൊരു ബ്ലാക്ക് ഡെത്ത്, ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായ ചെള്ളു പരന്ന ഒരു അസുഖമായ പ്ലേഗും വന്നു. ഇത് മൂന്നും കാരണം യൂറോപ്പിൽ 14th century ഒരുപാട് പ്രശ്നമായി. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞാൽ എന്താ, അത്രയും കാലം കൾട്ടിവേഷൻ അഥവാ കൃഷിക്ക് അനുയോജ്യമായ ഒരു വാം ക്ലൈമറ്റ് ആയിരുന്നു. അത് മാറി ഒരു കോൾഡ് ക്ലൈമറ്റ് അഥവാ ഒരു തണുത്ത കാലാവസ്ഥ എവിടെ വരികയാണ്, യൂറോപ്പിൽ വരികയാണ്. ഒരു കോൾഡ് ക്ലൈമറ്റ് അഥവാ ഒരു തണുത്ത കാലാവസ്ഥ എവിടെ വന്നു, യൂറോപ്പിൽ വന്നു. ഇത് കാരണം യൂറോപ്പിൽ എന്ത് ചെയ്യാടാ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല യൂറോപ്പിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു സമയത്ത് എന്താടാ, ഈ ഒരു കൃഷി കുറഞ്ഞതോടുകൂടിയുള്ള ട്രേഡ് കച്ചവടം കുറയുകയും, അത് മാത്രമല്ല യൂറോപ്പിൽ അത്രയും കാലം എന്താണ്, സിൽവർ കോയിൻസ് ആയിരുന്നു ഉപയോഗിച്ചത്. ഈ സിൽവർ കിട്ടിയിരുന്ന സ്പെയിനായിരുന്നു. സ്പെയിനിൽ സിൽവർ കിട്ടാതായപ്പോൾ യൂറോപ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെയായി, കച്ചവടം ചെയ്യാൻ പറ്റാതെ, കാരണം പണം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നം പ്ലേഗ് ആയിരുന്നു. ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാക്കിയ പ്ലേഗ് കേട്ടോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിന് പുറമെ 8 മാർക്കിൻ്റെ എസ്സേ ചോദിക്കും. എസ്സേ ചോദിക്കുക 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങളുടെ സവിശേഷതയാണ്. അപ്പോൾ 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങളുടെ സവിശേഷത നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം. അത് എസ്സേ ആണ്, നമ്മൾ ലൈവിൽ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മക്കളെ, ഇത് നമ്മൾ യൂട്യൂബിൽ ഇതേപോലെ വളരെ കുറച്ച് കണ്ടന്റ് മാത്രം നമ്മൾ തരുള്ളൂ. നമ്മുടെ കൂടുതൽ കണ്ടന്റ് നമ്മുടെ ആപ്പിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് റെക്കോർഡറായിട്ടും ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. ഡൗട്ട് ക്ലിയറുള്ള ഓപ്ഷൻസ് അങ്ങനെ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജ്യൂപോണിൻ്റെ ആപ്പിലാണ്. +2 നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഇനി ശ്രദ്ധിക്കണേ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റൻ ആണ് റിനൈസൻസ് മാൻ അഥവാ നവോത്ഥാന മനുഷ്യൻ. ആൻസർ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ, 2 മാർക്കിന് എക്സാമിന് ചോദിക്കും. ഇനി ശ്രദ്ധിക്കണേ, 14th century ഇറ്റാലിയൻ സിറ്റീസ്, 14ാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ നഗരങ്ങളെ കുറിച്ച് എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇറ്റാലിയൻ സിറ്റീസ് അഥവാ 14ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നഗരങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും, ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം, 14th century അഥവാ 14ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇങ്ങനെ 14th century അഥവാ 14ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഇത്രയും അധികം മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, ആഫ്റ്റർ ദി ക്രൂസൈഡ്സിൽ നമ്മൾ കുരിശുദ്ധങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആഫ്റ്റർ ദി ക്രൂസൈഡ്, കുരിശുദ്ധങ്ങൾക്ക് ശേഷം ദ ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ സ്ട്രെങ്തൻഡ് അല്ലേ. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ കൂടാണ്. ഈ കച്ചവടമൊക്കെ നടന്നത് ഏത് രാജ്യത്ത് കൂടിയാണ്, ഇറ്റലിയിലൂടെയാണ്. ഈ ഒരു കച്ചവടം നടന്നൊക്കെ ഏത് രാജ്യത്ത് കൂടിയാണ്, ഇറ്റലിയിലൂടെയാണ്. അപ്പോൾ ഇറ്റലിയിലൂടെ വളരെ നല്ല രീതിയിൽ എന്ത് നടക്കുകയാണ്, കച്ചവടം നടക്കുകയാണ്. ഇറ്റലിയിലൂടെ എന്ത് നടക്കുകയാണ്, വളരെ നല്ല രീതിയിൽ എന്ത് നടക്കുകയാണ്, കച്ചവടം നടക്കുകയാണ്. അങ്ങനെ ഇറ്റലിയിലൂടെ ട്രേഡ് അഥവാ കച്ചവടം നടന്നപ്പം ഇറ്റാലി സിറ്റീസ് ആയാലും ഫ്ലോറൻസ്, വെനീസ്, ഈ നഗരങ്ങളിലൂടെയൊക്കെയാണ് കച്ചവടം നടക്കുന്നത് അല്ലേ. കച്ചവടക്കാർ പോകുന്നത് വരുന്നതൊക്കെ ഇതിലൂടെയാണ്, ഇറ്റാലിയൻ സിറ്റീസിലൂടെയാണ്. അപ്പോൾ ഈ കച്ചവടക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവിടെ സത്രങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി എന്താണ്, ഇറ്റാലിയൻ സിറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, മെച്ചപ്പെടാൻ തുടങ്ങി. അത് മാത്രമല്ല, അവിടുത്തെ വെനീസ്, ജനോവ പോലെയുള്ള അന്നത്തെ സിറ്റീസൊക്കെ ഭരിച്ചിരുന്ന ആരായിരുന്നു, ഒന്നെങ്കിൽ യങ് ആയിട്ടുള്ള പ്രിൻസ് അല്ലെ, ചെറുപ്പക്കാരായിട്ടുള്ള രാജാക്കന്മാരും. അത് മാത്രമല്ല, ബാക്കി യൂറോപ്യൻ സിറ്റീസിലുള്ള പോലെ ക്ലർഗീസ് അഥവാ പുരോഹിതന്മാർക്ക് എന്തില്ല, ഇവരുടെ കാര്യത്തിൽ അതായത് ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമൊന്നും ഇല്ലായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇറ്റാലിയൻ സിറ്റീസ് എന്തായി, അടിപൊളിയായിട്ട് മാറി. ഇനി ശ്രദ്ധിക്കണേ, റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമനിസം, മാനവികത വികസിപ്പിക്കുന്നതിൽ സർവകലാശാലകളുടെ പങ്ക് വിശദമാക്കാനാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കണം, ഹ്യൂമനിസത്തോളം ഡെവലപ്പ് ചെയ്യാണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്, യൂണിവേഴ്സിറ്റീസ് ആണ്. അന്ന് ഇറ്റലിയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ഹ്യൂമനിസം അഥവാ മാനവികത ഡെവലപ്പ് ചെയ്ത് എവിടെയാണ്, ഇറ്റലിയിലാണ് അല്ലേ. ഈ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാണ്, അടിപൊളിയായിട്ട് ശ്രദ്ധിക്കണം. ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാണ്, അടിപൊളിയായിട്ട് ഹ്യൂമനിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്, നമ്മൾ പറയും ഇറ്റലിയിലെ ട്രേഡ് അഥവാ കച്ചവടം കൂടി എന്ന് പറയും. അപ്പോൾ ഇറ്റലിയിൽ എന്ത് ആവശ്യമായിട്ട് വന്നു, നോട്ടറിമാരെയും അഡ്വക്കേറ്റുമാരെയും വക്കീലന്മാരെയും ധാരാളമായിട്ട് ഇറ്റലിയിൽ ആവശ്യം വന്നു. അപ്പോൾ ഈ നോട്ടറിമാരും അഡ്വക്കേറ്റുമാരും ഏത് വിഷയങ്ങളാണ് പഠിക്കുക, ലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അങ്ങനെ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്ത് പഠിപ്പിക്കാൻ തുടങ്ങി, ഹ്യൂമാനിറ്റീസ് പരമായുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇറ്റലിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ ഇറ്റലിയിലെ പാദുവ യൂണിവേഴ്സിറ്റി,
ഫ്ലോറൻസ് യൂണിവേഴ്സിറ്റി, ജനീവ യൂണിവേഴ്സിറ്റി, അങ്ങനെ എല്ലാ സർവകലാശാലകളിലും ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ച് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്കൊക്കെ ഹ്യൂമനിസത്തോട് എന്ത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വന്നു. ആ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ആളുകൾ റിനൈസൻസ് മാൻ അഥവാ നവോത്ഥാന മനുഷ്യന്മാരാവുകയും അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇറ്റലിയിൽ ഈ യൂണിവേഴ്സിറ്റീസ് കാരണം മാനവികത മെച്ചപ്പെടുകയും ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം, 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. റിനൈസൻസ് ആർക്കിടെക്ചർ, നവോത്ഥാന വാസ്തുവിദ്യയുടെ ശ്രദ്ധിക്കണം, എന്താടാ നവോത്ഥാന വാസ്തുവിദ്യയുടെ സവിശേഷതകൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. റിനൈസൻസ് ആർക്കിടെക്ചർ അഥവാ നവോത്ഥാന വാസ്തുവിദ്യ സവിശേഷത, 2 സവിശേഷത നിങ്ങൾക്ക് എഴുതാം. ഒന്ന് ക്ലാസിക്കലും 2 റിയലിസവും. എന്താണ് ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ റോമൻ സാമ്രാജ്യം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക, അല്ലേ? അതായത് ഉൾഭാഗത്തൊക്കെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും പ്രതിമകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്ന രീതി, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ. അപ്പോൾ ആൻഷ്യൻ റോമൻ എംപയറിലെ ബിൽഡിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്, പുരാതന റോമക്കാലത്തെ ബിൽഡിംഗ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ. ഈ ക്ലാസിക്കലിൻ്റെ ഭാഗമായിട്ട് ഇതിനുള്ളിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും അതേപോലെ പ്രതിമകൾ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഹ്യൂമൻ ബോഡി, ഒരു മനുഷ്യ ശരീരം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ചിത്രങ്ങൾ നിർമ്മിക്കുകയും അതേപോലെ തന്നെ എന്താടാ പ്രതിമകൾ നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യ ശരീരത്തിന് റിയലായി എന്ത് ചെയ്യാണ്, ക്യാപ്ചർ ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ വിളിക്കുന്ന പേരാണ് റിയലിസം. മനസ്സിലാക്കി വെക്കുക, എന്താണ് റിയലിസം. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ ഓഫ് മൈക്കൽ ആഞ്ചലോ. 2 മാർക്കിന് എക്സാം ചോദിച്ചേക്കാം. ഏതൊക്കെയാണ്, പിയേത്ത ഉണ്ടല്ലേ, പിയേത്തയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം. പിന്നെ അതേപോലെ പെയിന്റിംഗ് ഇൻ ദ സീലിംഗ് ഓഫ് സിസ്റ്റീൻ ചാപ്പലിലെ മച്ചിലുള്ള ചിത്രം, ഇതൊക്കെ ആരുടെ സംഭാവനയാണ്, മൈക്കൽ ആഞ്ചലോയുടെ സംഭാവനയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി വെച്ചോ, ബെനിഫിറ്റ്സ് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ഇൻ മെഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിൽ അച്ചടി സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി, അച്ചടി സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങളാണ് എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോ, ഉഷാറാക്കി പഠിച്ചോ, എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ലൈവുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാംസ് ഒക്കെ എഴുതുക, എസ് ഒക്കെ ചോദിക്കാൻ ചാൻസുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും, സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.